പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തി പ്രശ്നങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുതിയ തലത്തിലേക്കൊക്കെ കടന്നിരിക്കുകയാണ്. നൂറ്റാണ്ടിലധികം പഴക്കം വരുന്ന ഈ ഒരു അതിർത്തിയുമായി ബന്ധപ്പെട്ട് നിലയ്ക്കാത്ത പ്രശ്നങ്ങളാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ സംഭവിച്ചുകൊണ്ടിരുന്നത്. അഫ്ഗാനിസ്ഥാനിൽ 2021 താലിബാൻ അധികാരത്തിലെത്തിയതോടെ ഇത് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ തമ്മിലുള്ള പോരാട്ടങ്ങൾക്ക് കൂടി വഴിവെച്ചു. കഴിഞ്ഞ ഡിസംബർ 21 അഫ്ഗാൻ അതിർത്തിയിൽ നിന്നും വെറും 20 കിലോമീറ്റർ അകലെയുള്ള പാകിസ്ഥാനിലെ മാഹിൻ മേഖലയിൽ വെച്ച് TTP അഥവാ ടെഹ്രീക്ക് താലിബാൻ ഒരു പാകിസ്ഥാനി ആർമി പോസ്റ്റ് തന്നെ ആക്രമിക്കുകയും 16ഓളം പാകിസ്ഥാനി സൈനിക ഉദ്യോഗസ്ഥർ കൊല്ലപ്പെടുന്ന അവസ്ഥയുമുണ്ടായി. അതിന് തിരിച്ചടി എന്നോണം 25-ാം തീയതി തന്നെ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിലെ അതിർത്തി മേഖലകളിൽ എയർ സ്ട്രൈക്കുകൾ നടത്തുകയുണ്ടായി. തീവ്രവാദ ഗ്രൂപ്പുകളുടെ ട്രെയിനിങ് മേഖലകളെയും സുരക്ഷിത താവളങ്ങളെയും ഒക്കെ ലക്ഷ്യമിട്ടായിരുന്നു ഈ ആക്രമണമെന്ന് പറയാം. എന്നാൽ ഈ ഒരു ആക്രമണത്തിൽ ലക്ഷ്യം വച്ചിട്ടുള്ള തീവ്രവാദ ഗ്രൂപ്പുകളിലെ ആരും തന്നെ കൊല്ലപ്പെട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ വന്നത്. പകരം അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഗവൺമെൻറ് പറഞ്ഞത് 46 സാധാരണക്കാർ കൊല്ലപ്പെട്ടു എന്നും അതിന് പാകിസ്ഥാന് തക്കതായ തിരിച്ചടി നൽകും എന്ന നിലയിലുമായിരുന്നു. മറുപടി എന്നോണം ഡിസംബർ 28-ാം തീയതി തന്നെ പാക് അഫ്ഗാൻ അതിർത്തി മേഖലയിൽ 15,000-ഓളം അഫ്ഗാൻ സൈന്യത്തെ നിലയുറപ്പിക്കുകയുമുണ്ടായി. അപ്രകാരം അതിർത്തിയിൽ ഇരുകൂട്ടരും പലതവണ വെടിയുതിർത്തുമെന്നും ഇരുഭാഗത്തും സൈനികർ കൊല്ലപ്പെട്ടതായുമൊക്കെയുള്ള വാർത്തകൾ വരികയാണ്. ഖൈബർ പഖ്തൂൺഖ്വ മേഖലയിലെ മീർ അലി അതിർത്തി മേഖലയിലായിരുന്നു ഇത്തരമൊരു സംഭവമൊക്കെ നടന്നത്. നമുക്കറിയാം, അഫ്ഗാൻ പാകിസ്ഥാൻ ബന്ധം കാലങ്ങളായി നിലവിലുണ്ട്. എന്നാൽ ഇത്തരമൊരു സംഘർഷ സാധ്യത വർദ്ധിച്ചതോടെ പരസ്പരം പോർമുഖം തുറക്കേണ്ട അവസ്ഥയിലേക്ക് കൂടി ഭരണമേഖലകൾ അഥവാ ഉന്നത മേഖലകൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. 2021 താലിബാൻ ഭരണം അഫ്ഗാനിസ്ഥാനിൽ എത്തിയതോടെ അഫ്ഗാൻ പാക് അതിർത്തി മേഖലകളിൽ സംഘർഷങ്ങളും മരണങ്ങളുമൊക്കെ വർദ്ധിച്ചിരിക്കുന്നു എന്നത് റിപ്പോർട്ടുകൾ അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. പാകിസ്ഥാനെതിരെ നിലകൊള്ളുന്ന പാക് താലിബാന് അഫ്ഗാനിൽ താലിബാൻ ഭരണം വന്നതോടെ വലിയ തോതിൽ ആയുധങ്ങൾ ലഭിക്കുന്നുണ്ട് എന്നതാണ് ഇത്തരത്തിൽ അക്രമങ്ങൾ വർദ്ധിക്കുന്നതിനുള്ള വലിയൊരു കാരണമായി പറയുന്നത്. 1990കളിൽ തന്നെ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഒരു വലിയ ശക്തിയായി മാറിയപ്പോൾ അവർ ഒരിക്കലും അഫ്ഗാൻ പാക് അതിർത്തിയെ അംഗീകരിക്കില്ല എന്നും പോരാത്തതിന് ആ മേഖലകൾ പിടിച്ചെടുക്കും എന്നൊക്കെ പറയുന്നത് കാണാവുന്നതാണ്. പാകിസ്ഥാൻ സ്റ്റേറ്റിനെതിരെ നിലകൊള്ളുന്ന പാകിസ്ഥാനിലെ താലിബാനെതിരെ അഥവാ TTPക്കെതിരെ പാകിസ്ഥാന് തന്നെ നിലപാടെടുക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ നടപടികൾ എടുക്കേണ്ടി വരുന്ന അവസ്ഥയുമൊക്കെ ഈ ഒരു സമയം വന്നിരിക്കുകയാണ്. അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഈ TTP അഥവാ പാക് താലിബാന് ഔദ്യോഗിക പിന്തുണയൊന്നും അറിയിക്കുന്നില്ലെങ്കിൽ പോലും അവർക്ക് എല്ലാവിധ പിന്തുണകളും പുറകിലൂടെ നൽകുന്നുണ്ട് എന്നതാണ് സത്യം. അപ്രകാരം അതിർത്തി മേഖലകളിൽ ഇരുകൂട്ടരും കനത്ത സംഘർഷത്തിലേക്ക് കടക്കാനുള്ള സാധ്യതകളും വളരെയേറെയാണ്. ഇതിൻ്റെയൊക്കെ കാരണം എന്ന് പറയുന്നത് ഒരു അതിർത്തി രേഖയാണ്. പാക് അഫ്ഗാൻ മേഖലകളെ വേർതിരിക്കുന്ന 2640 കിലോമീറ്റർ നീളം വരുന്ന 1893 സൃഷ്ടിക്കപ്പെട്ട ഡ്യൂറൻ ലൈനാണ് അഫ്ഗാനിസ്ഥാൻ പാക് അതിർത്തിയായി നിലകൊള്ളുന്നത്. സ്വാഭാവികമായും അഫ്ഗാനിസ്ഥാൻ ഇതിനെ അംഗീകരിക്കുന്നില്ല. ഇതിനൊരു വലിയ ചരിത്രം തന്നെ പറയാനുമുണ്ട്. നമുക്കറിയാം, ഇന്ത്യയുടെ ചരിത്ര വഴികളിൽ യൂറോപ്യന്മാരുടെ വരവുണ്ടായതും അതിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വിജയിച്ചു വന്നതും സാമ്രാജ്യത്വ മോഹങ്ങൾക്ക് അടിത്തറയിട്ടതുമൊക്കെ. അപ്രകാരം 1800-കൾ എന്നത് എതിർത്തു നിന്നിരുന്ന ദേശങ്ങളെ സൈനിക ബലത്തിൽ പിടിച്ചടക്കി തങ്ങൾക്ക് കീഴിൽ കൊണ്ടുവരിക, അങ്ങനെ എതിരാളികളെ ഇല്ലാതാക്കുക എന്ന നയത്തിൻ്റെയൊക്കെ കാലമായിരുന്നു. അങ്ങനെ 1800-കൾക്കിപ്പുറം പല മേഖലകൾ പിടിച്ചെടുത്തും മറ്റുള്ള പ്രധാന മേഖലകളെ തങ്ങൾക്ക് കീഴിൽ സാമന്തന്മാരാക്കിക്കൊണ്ടുമൊക്കെ ബ്രിട്ടീഷ് ശക്തരായി നിലകൊള്ളുന്ന സമയമാണ്. എന്നാൽ ഈ സമയങ്ങളിലൊക്കെ തന്നെയും അവർ ഒരു എതിരാളിയെ കാണുന്നുണ്ടായിരുന്നു. അതാണ് റഷ്യൻ സാമ്രാജ്യം. ഇന്ത്യൻ മേഖലകളിൽ ബ്രിട്ടീഷ് എങ്ങനെ ദേശങ്ങളെ കീഴടക്കി വലുതായിക്കൊണ്ടിരുന്നുവോ അതുപോലെ തന്നെ റഷ്യൻ സാമ്രാജ്യവും ആ മേഖലകളിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു അത്. അഫ്ഗാൻ അതിർത്തി മേഖലകളിലേക്ക് വരെ അവർ എത്തിച്ചേരുകയുണ്ടായി. സ്വാഭാവികമായും അഫ്ഗാനിലേക്ക് കടന്നു കയറിയോ അല്ലെങ്കിൽ കീഴടക്കിയോ ഇന്ത്യൻ മേഖലകളിലേക്കും റഷ്യൻ പടയ്ക്ക് കടന്നെത്താം. അങ്ങനെയെങ്കിൽ ബ്രിട്ടീഷിന് അതൊരു വലിയ തലവേദനയായി മാറും. റഷ്യൻ സാമ്രാജ്യത്തിന് 1800 കാലത്ത് അത്തരത്തിലുള്ളൊരു പദ്ധതികളൊക്കെ ഉണ്ടായിരുന്നതായും കാണാവുന്നതാണ്. ഇത്തരമൊരു ഭയത്തിൽ നിന്നാണ് അഫ്ഗാൻ മേഖലകളെ തങ്ങൾക്ക് കീഴിൽ കൊണ്ടുവന്ന് ഒരു ബഫർ സോൺ തന്നെ സൃഷ്ടിക്കാമെന്നും പ്രകൃതിയാൽ പ്രതിരോധമുള്ള മേഖലയിൽ നിലയുറപ്പിച്ചുകൊണ്ട്
പ്രതിരോധം ശക്തിപ്പെടുത്താമെന്നുമൊക്കെയുള്ള തന്ത്രങ്ങളിലേക്ക് ബ്രിട്ടീഷ് കടക്കുന്നത്. ആംഗ്ലോ അഫ്ഗാൻ യുദ്ധങ്ങൾക്ക് വേറെയും കാരണങ്ങളൊക്കെ കണ്ടെത്താം. ഏതായാലും ചില നീക്കങ്ങളുടെ തുടർച്ചയെന്നോണം ആംഗ്ലോ അഫ്ഗാൻ യുദ്ധങ്ങൾ തന്നെ സൃഷ്ടിക്കപ്പെട്ടു. 1838 ആദ്യത്തെ യുദ്ധമുണ്ടായത്. 1838 മുതൽ 1842 വരെയുള്ള കാലമാണ് ആദ്യത്തെ യുദ്ധം നടക്കുന്ന സമയം. തുടക്കത്തിൽ ബ്രിട്ടീഷ് പട മുന്നേറിയെങ്കിൽ പോലും യുദ്ധത്തിൽ അഫ്ഗാനിസ്ഥാൻ ജയിക്കുകയാണ് ഉണ്ടായത്. ബ്രിട്ടീഷിന് പിന്തിരിഞ്ഞോടേണ്ട ദയനീയമായ അവസ്ഥ പോലും അവിടെ സൃഷ്ടിക്കപ്പെട്ടു. കുറച്ചു കാലങ്ങൾക്കപ്പുറം വീണ്ടും ചില അവസരങ്ങൾ ഉണ്ടായപ്പോൾ മറ്റൊരു യുദ്ധം കൂടി സൃഷ്ടിക്കപ്പെട്ടു. അങ്ങനെ 1878 സെക്കൻഡ് ആംഗ്ലോ അഫ്ഗാൻ യുദ്ധത്തിന് തുടക്കമിടുകയാണ്. ഇതിൽ പല മേഖലകളും ബ്രിട്ടീഷ് പിടിച്ചെടുക്കുകയൊക്കെ ഉണ്ടായി. പലയിടത്തും തിരിച്ചടികളും ലഭിച്ചു. ഒടുവിൽ അഫ്ഗാൻ രാജാവായി മാറുന്ന അബ്ദുർ റഹ്മാൻ ഖാനുമായി ബ്രിട്ടീഷ് രമ്യതയിലെത്തുകയും ഗ്രേറ്റ് ഗെയിമിൻ്റെയൊക്കെ ഭാഗമായി അവർക്ക് ആവശ്യമുള്ള ബഫർ സോൺ സൃഷ്ടിക്കാനുള്ള നടപടികൾ എടുക്കാനും സാധിച്ചു. അങ്ങനെ ഒരു സന്ധി സൃഷ്ടിക്കപ്പെടുകയും തുടർന്ന് അതിർത്തി നിർണയത്തിനായി മോർട്ടിമർ ഡ്യൂറാൻഡ് എന്ന ഉദ്യോഗസ്ഥനെ നിയോഗിക്കുകയും ചെയ്തു. അഫ്ഗാൻ മേഖലകൾ സ്വതന്ത്രമായി നിലനിൽക്കേണ്ടത് ബ്രിട്ടൻ്റെ ആവശ്യം കൂടിയായിരുന്നു. അവർക്കുമേൽ സ്വാധീനം ചെലുത്തേണ്ടതും അവരുടെ ആവശ്യമായിരുന്നു. അപ്രകാരം എമിറേറ്റ് ഓഫ് അഫ്ഗാനിസ്ഥാനും ബ്രിട്ടീഷ് ഇന്ത്യൻ എംപയർക്കുമിടയിൽ സൃഷ്ടിക്കപ്പെട്ട അതിർത്തിയാണ് ഡ്യൂറൻ ലൈൻ എന്നത്. പക്ഷേ ഇതിനും ചില പ്രശ്നങ്ങളുണ്ട്. ഇവിടെ അതിർത്തി നിർണയിച്ചതിലുമൊക്കെ ബ്രിട്ടീഷ് ബുദ്ധി ഉണ്ടായിട്ടുണ്ട്. അതായത് ബ്രിട്ടീഷിന് ഏതൊക്കെ മേഖലകൾ ഉപകാരപ്പെടുമോ, അതായത് പ്രകൃതിയാൽ തന്നെയുള്ള പ്രതിരോധ മേഖലകളൊക്കെ ഇവിടെ അവർ പരമാവധി ഉൾപ്പെടുത്തി. റഷ്യൻ സാമ്രാജ്യം ഇനി അഥവാ അഫ്ഗാനിസ്ഥാനിലേക്ക് കടന്നു കയറി മുന്നേറിയാലും ഫലപ്രദമായി തടയാനുള്ള നീക്കങ്ങളും പ്രകൃതി നിരകളുമൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ബ്രിട്ടീഷ് അതിർത്തി സൃഷ്ടിക്കുന്നത്. അതുകൊണ്ടുകൂടിയാണ് ഖൈബർ പഖ്തൂൺ, ബലൂചിസ്ഥാൻ മേഖലകളെയൊക്കെ വെട്ടിമുറിച്ചുകൊണ്ട് ഈ അതിർത്തി സൃഷ്ടിച്ചത് എന്ന് പറയാം. അഫ്ഗാനിലെ പഷ്തൂൺ ജനവിഭാഗമൊക്കെ രണ്ടിടത്ത് എന്ന അവസ്ഥയിലേക്ക് കൂടിയാവുകയാണ് ഇവിടെ സത്യത്തിൽ ഉണ്ടായത്. തങ്ങളുടെ സ്വന്തം പ്രദേശമെന്ന് പഷ്തൂൺ ജനവിഭാഗം വിചാരിച്ചിരുന്ന അഫ്ഗാനിസ്ഥാനിൽ നിന്നും അവർ മാറ്റപ്പെടുന്ന ഒരു അവസ്ഥ കൂടി അവിടെ സൃഷ്ടിക്കപ്പെടുകയാണ്. ആ കാല ഇന്ത്യൻ മേഖലകളിലേക്ക് കടന്നു കയറാൻ നിർണായകമായ ഖൈബർ പാസ് മേഖലകളുടെ അടക്കം നിയന്ത്രണം ബ്രിട്ടീഷിന് വന്നു ചേർന്നപ്പോൾ ആ അതിർത്തി മേഖലകളിൽ ജീവിച്ചിരുന്ന ഒട്ടേറെ ട്രൈബൽ ജനവിഭാഗങ്ങൾക്കൊക്കെ കഷ്ടതകളുടെ കാലം കൂടി സൃഷ്ടിക്കപ്പെട്ടു. യഥാർത്ഥ അഫ്ഗാൻ ജനവിഭാഗമായി ഇവർക്ക് പാകിസ്ഥാൻ മേഖലകളിൽ ജീവിക്കേണ്ട അവസ്ഥയാണല്ലോ സത്യത്തിൽ അവിടെ പിന്നീട് സൃഷ്ടിക്കപ്പെടുന്നത്. 1947 ബ്രിട്ടീഷ് ഈ മേഖലകളൊക്കെ വിടുകയും ഇന്ത്യ, പാകിസ്ഥാൻ എന്നിങ്ങനെ രണ്ട് രാജ്യങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തല്ലോ. അവിടെയും എന്നാൽ പാകിസ്ഥാൻ അഫ്ഗാൻ അതിർത്തി ഡ്യൂറൻ ലൈനായി തന്നെ തുടരുകയുണ്ടായി. തത്വത്തിൽ ഇത് എല്ലാ മേഖലകളിലും അംഗീകരിക്കപ്പെടുന്നുണ്ടെങ്കിലും അഫ്ഗാനിസ്ഥാൻ പൊതുവിൽ ഡ്യൂറൻ ലൈനിനെ അതിർത്തിയായി അംഗീകരിച്ചിട്ടില്ല. പ്രത്യേകിച്ച് 1990കളിൽ താലിബാനൊക്കെ ഒരു ശക്തിയായി ഉയർന്നു വന്നപ്പോഴും അവർ ഈ അതിർത്തിയെ അംഗീകരിക്കില്ലെന്നും അഫ്ഗാൻ മേഖലകൾ തിരിച്ചു പിടിക്കുമെന്നുമൊക്കെ അവകാശപ്പെട്ടിട്ടുണ്ട്. അതിർത്തി മേഖലകളിലെ പഷ്തൂൺ ജനവിഭാഗമൊക്കെ വികസനമില്ലാതെയും അടിച്ചമർത്തലുകളുമൊക്കെ നേരിടേണ്ടി വന്നാൽ സ്വാഭാവികമായും അവിടെ ഒരു കലുഷിത സാഹചര്യം തന്നെ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും. അതുതന്നെയാണ് കാലങ്ങളായി അവിടെ തുടർന്നു പോകുന്നതും. അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭരണം വന്നതോടെ കാബൂൾ വഴി അതിർത്തി മേഖലകളിലേക്ക് വലിയ തോതിൽ ആയുധങ്ങൾ കൂടി ഒഴുകിയതോടെ ഇത്തരം ഗ്രൂപ്പുകളുടെ ആക്രമണ ശക്തി തന്നെ വർദ്ധിക്കുകയും അത് പാക് സൈന്യത്തിന് തന്നെ വലിയ തോതിലുള്ള നഷ്ടങ്ങൾ സൃഷ്ടിക്കാനും തുടങ്ങിയിരിക്കുന്നു എന്നതാണ് വസ്തുത. ഏതായാലും ഡ്യൂറൻ ലൈൻ കാലങ്ങളായി ഒരു പ്രശ്നമായി തന്നെ നിലനിൽക്കുന്നു. ചരിത്രത്തിൽ അഫ്ഗാനിസ്ഥാനൊക്കെ സിന്ധു നദിയെയാണ് അതിർത്തിയായി കണക്കാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അഫ്ഗാനിസ്ഥാൻ ഡ്യൂറൻ ലൈനിനെ ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടുമില്ല. അതിർത്തിയിലെ പ്രശ്നങ്ങൾക്കുള്ള കാരണവും ഇതുതന്നെ. പക്തിയാസ് മേഖലകളിലെ പാകിസ്ഥാൻ സൈനിക പോസ്റ്റുകൾക്ക് നേരെ നിരന്തര വെടിവെപ്പും പോസ്റ്റുകൾ പിടിച്ചെടുത്തതുമായ വാർത്തകളൊക്കെ നാം ഇപ്പോൾ ദിവസവും കേൾക്കുന്ന കാര്യങ്ങളായി മാറുകയാണ്. നമുക്കറിയാം, താലിബാനെ സൃഷ്ടിക്കുന്നതിലും ട്രെയിനിങ് നൽകുന്നതിലും അവരെ സംരക്ഷിക്കുന്നതിലുമൊക്കെ പാകിസ്ഥാൻ വലിയ ഇടപെടലുകൾ കാലങ്ങളായി നടത്തിയിട്ടുണ്ടായിരുന്നു. എന്തിനേറെ താലിബാൻ 2021 അഫ്ഗാനിസ്ഥാനിൽ അധികാരത്തിലെത്തിയപ്പോൾ പാകിസ്ഥാൻ അതിനെ സ്വാഗതവും ചെയ്തതാണ്. ഉന്നത തലത്തിൽ ഇവർ തമ്മിൽ അനുകൂല നിലപാടുകളുമൊക്കെ ഉണ്ടായിരുന്നവർ തന്നെയാണ്. എന്നാൽ അതിർത്തി മേഖലകളിലെ പ്രശ്നങ്ങളും പുതുതായി ഉരുത്തിരിഞ്ഞു വരുന്ന പ്രശ്നങ്ങളുമൊക്കെ ഈ ഒരു ബന്ധങ്ങൾക്ക് തന്നെ വിലങ്ങുതടിയായി മാറുകയാണ്. ആക്രമണം ഉണ്ടാവുമ്പോൾ തിരിച്ചടി കൂടി നൽകാൻ നിർബന്ധിതമാവുന്നതിലൂടെ പാകിസ്ഥാൻ അഫ്ഗാൻ അതിർത്തി മേഖല
കൂടുതൽ കലുഷിതമായി തന്നെ തുടരുകയും ചെയ്യും. പഷ്തൂൺ ജനവിഭാഗം കൂടുതലായി ഉള്ളതുകൊണ്ട് തന്നെ പാകിസ്ഥാന് വലിയ പ്രതിസന്ധി തന്നെ നേരിടേണ്ടതായി വരും. നിലവിൽ തന്നെ സാമ്പത്തികമായി പ്രതിസന്ധിയിൽ നിലനിൽക്കുന്ന ഒരു രാജ്യത്തിന് ഇത്തരം പ്രതിസന്ധികൾ വലിയ നഷ്ടങ്ങൾ തന്നെ സൃഷ്ടിക്കാനും സാധ്യതയുണ്ട്. അഫ്ഗാൻ താലിബാൻ നേരിട്ട് ഇറങ്ങിയില്ലെങ്കിൽ പോലും, അല്ലെങ്കിൽ നേരിട്ട് പാകിസ്ഥാനെതിരെ നിലപാടെടുത്തില്ലെങ്കിൽ പോലും, പാകിസ്ഥാനിൽ നിലകൊള്ളുന്ന മിലിറ്റന്റ് ഗ്രൂപ്പുകൾക്ക് എല്ലാവിധ സഹായങ്ങളും നൽകി അതിർത്തി മേഖലകളിലെ നിയന്ത്രണം പിടിച്ചെടുക്കാൻ ശ്രമങ്ങൾ നടത്തുകയും ആ മേഖലകളിലെ സ്ഥിരത നഷ്ടപ്പെടുന്നതിനുമൊക്കെ അതിലൂടെ കാരണമാവാം. നിലവിൽ തന്നെ മീർ അലി അതിർത്തി മേഖലകളിൽ അത് പ്രകടമാണ് എന്നതാണ് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ പാക് അഫ്ഗാൻ അതിർത്തി മേഖലകൾ സമാധാനമില്ലാതെ നിരന്തര പ്രശ്നങ്ങളുടെ ഇടങ്ങളായി കുറേ കാലം കൂടി തുടരുക തന്നെ ചെയ്യുമെന്ന് പറയാം.